അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്നൂർ മൊഡ്യൂൾ 12-ൻ്റെ ഫലപ്രഖ്യാപനവുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എത്തുന്നത്. ഖുർആൻ പഠന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു സംരംഭമാണ് അന്നൂർ ഖുർആൻ പഠന സംരംഭം. പീസ് റേഡിയോ നടത്തുന്ന ഓൺലൈൻ ഖുർആൻ പഠന സംരംഭം. ഏകദേശം 76-ലധികം രാഷ്ട്രങ്ങളിൽ മലയാളികൾ പഠിക്കുന്ന സംവിധാനമാണ്. 5 തഫ്സീറുകളെ അടിസ്ഥാനമാക്കി ആദരണീയനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി കഴിഞ്ഞ 6-7 വർഷമായി നയിക്കുന്ന കോഴ്സാണ്. അൽഹംദുലില്ലാ, ആഴമുള്ള പഠനം എന്നത് കേവലം അവകാശവാദമല്ല, അക്ഷരാർത്ഥത്തിൽ ആ 20 മിനിറ്റ്സിലൂടെ 20 മിനിറ്റുകളിലൂടെ കടന്നു പോകുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒന്നായിരിക്കും അത്. ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയ ആദ്യഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ചില ക്ലാസ്സുകളുടെയും പ്രസംഗങ്ങളുടെയും ഒക്കെ രീതികൾ മാത്രം പരിചയിച്ച ചിലരൊക്കെ അതിൽ അസ്വസ്ഥത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ ഓപ്പണായൊരു പോയിൻ്റ് പറയാണ്. നമ്മൾ അവരോട് പറഞ്ഞത്, നിങ്ങളൊരു 10 ക്ലാസ് കേൾക്കൂ. പിന്നീടുണ്ടായത് അൽഹംദുലില്ലാ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സും ആഫിയത്തും ഇൽമും ഹിൽമും ഒക്കെ നമ്മുടെ പണ്ഡിതന്മാർക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അൽഹംദുലില്ലാ, ഏറ്റവും അവസാനത്തെ മൊഡ്യൂളിൽ സൂറത്തു ബഖറയിലെ 145 മുതൽ 158 വരെയുള്ള ആയത്തുകളാണ് ഉണ്ടായിരുന്നത്. 35 ക്ലാസ്സുകളാണ്. 20 മിനിറ്റിൻ്റെ 35 ക്ലാസ്സുകൾ. 145 മുതൽ 158 വരെ ആയത്തെന്ന് പറയുമ്പോൾ തന്നെ എത്ര വിശദമായി കാര്യങ്ങളിലേക്ക് പോകുന്നുവെന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത്രയും ആഴത്തിൽ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പഠിക്കുക വഴി ഖുർആൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുമെന്നത് വലിയൊരു സൗകര്യമാണ്. ഇതിൻ്റെ പരീക്ഷ നടത്തുന്നതിന് മുമ്പ് നമ്മളൊരു മോഡൽ പരീക്ഷ നടത്താറുണ്ട്. 2024 ജനുവരി 6-നും 8-നും ഇടയിലായിരുന്നു അത് നടത്തിയത്. പൊതുപരീക്ഷ 2024 ജനുവരി 20-ൻ്റെയും 22-ൻ്റെയും ഇടയിൽ, വെള്ളി മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ 40 ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അതിൽ 15 എണ്ണം ഈ കോഴ്സിൻ്റെ തന്നെ ഭാഗമായി നൽകുന്ന കോഴ്സ് വർക്കിൽ നിന്നായിരുന്നു. കോഴ്സിൻ്റെ ഭാഗമായി ലോകാവസാനത്തിൻ്റെ ചെറിയ അടയാളങ്ങൾ എന്ന വിഷയത്തിലുള്ള പുസ്തകം നൽകുകയും അത് പഠിതാക്കളോട് പഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ നിന്നായിരുന്നു 15 ചോദ്യങ്ങൾ. കഴിഞ്ഞുപോയ ക്ലാസുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ വിൻഡോ, പീസ് റേഡിയോ തുറക്കുന്നു, കോഴ്സ് ഓപ്ഷനിൽ കയറുന്നു, അതിൻ്റെ മെറ്റീരിയൽ വിൻഡോയിൽ എത്തുന്നു. കഴിഞ്ഞുപോയ മുഴുവൻ ക്ലാസ്സുകളും അവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്ത മൊഡ്യൂൾ തുടങ്ങുമ്പോൾ 159-ാമത്തെ ആയത്ത് മുതലാണ് അടുത്ത മൊഡ്യൂൾ തുടങ്ങുന്നത്. നിങ്ങൾക്കിതിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും. പഴയത് പിന്നീട് കേൾക്കാം. ഖുർആൻ്റെ ഒരു പ്രത്യേകത അതാണ്. തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഓരോന്നിനും കൃത്യമായ അവസ്ഥയുണ്ട്. അന്നൂറിൻ്റെ ആദ്യ ക്ലാസ് മുതൽ ഏറ്റവും അവസാനത്തെ ക്ലാസ് വരെ കേട്ട ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും ഇത്. ഒരു 6000 മിനിറ്റുകളെങ്കിലും ഖുർആനിൻ്റെ കൂടെ അവർ എൻഗേജ് ചെയ്തു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ ഈ മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ മൊഡ്യൂളിലെ റാങ്ക് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നു. റാങ്ക്, പരീക്ഷ, വിജയം ഇതൊക്കെ കൊണ്ടുവരുന്നത് ഒരു മത്സരാന്തരീക്ഷം നിലനിർത്താനും ഒരു നിർബന്ധാവസ്ഥ സൃഷ്ടിക്കാനും മാത്രമാണ്. ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് പലർക്കും റാങ്കൊക്കെ പോയിട്ടുള്ളത്. അതുകൊണ്ട് നിരാശപ്പെടാതെ നമ്മൾ ഈ കാര്യം പറയുമ്പോഴൊക്കെ ആവർത്തിക്കാറുള്ളത് പോലെ നമ്മൾ മുന്നോട്ട് പോവുക. പഠിച്ചവർക്കൊക്കെ പുണ്യാണ്, പകർത്തിയവർക്കൊക്കെ പുണ്യാണ്, ശ്രമിച്ചവർക്കൊക്കെ പുണ്യാണ്. റാങ്ക് എന്നതൊരു സാങ്കേതിക സംഗതി മാത്രമാണ്. 1-ാം റാങ്ക് നേടിയിട്ടുള്ളത് ഡോക്ടർ CL അബ്ദുറഹ്മാൻ, കാസർഗോഡ് സ്വദേശിയാണ്, നിലവിൽ പ്രവാസിയാണ്, കുവൈത്തിലാണുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു, അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. 2-ാം റാങ്ക് നേടിയിട്ടുള്ളത് ഫാത്തിമ ഫർഹ CL, കാസർഗോഡ് സ്വദേശിനിയാണ്, അവർ കുവൈത്തിലാണ്. അവർ ദമ്പതികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3-ാമത്തത് റസ് കല്ലത്തൊടി എന്ന സഹോദരിയാണ്, മലപ്പുറം സ്വദേശിനിയാണ്. അവർ ആവർത്തിച്ച് ഇവരൊക്കെ നമ്മുടെ റാങ്ക് പട്ടികയിൽ മാറി മറിഞ്ഞു വരാറുള്ള വ്യക്തികളാണ്. 3 പേർക്കും 1, 2, 3 റാങ്കുകൾ നേടിയ 3 ആളുകൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. പഠനം തുടരുക. മറ്റാരെക്കാളും നിങ്ങൾക്ക് ദീനി രംഗത്ത് നിലനിൽക്കുന്നിടത്തും പഠിക്കുന്നിടത്തും ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കൂടെ ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ
വളരെ ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ റാങ്കിലേക്ക് എത്താതിരുന്ന ചിലരുണ്ട്. ഉന്നത വിജയം നേടിയ അവരുടെ പേരുകൾ കൂടി പറയുന്നു. സിനാജ് ബഷീർ, മാഹിറ മുത്തഹറ, ഉമ്മു ഫാത്തിമ ആൻഡ് അഷ്റഫ്, ഇത്രയും വ്യക്തികളാണ്. ഇവരെയും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. പരിശ്രമിച്ചവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്നുള്ള ഒരാളെയെങ്കിലും പുതിയ കോഴ്സിലേക്ക് എത്തിക്കുക. പുതിയ കോഴ്സ് തുടങ്ങുന്നതുവരെ പഴയ കോഴ്സുകൾ കേൾക്കാനും നോട്ടെടുക്കാനും ഒക്കെയുള്ള സമയമാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.